നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ അവനൊരു തളർച്ചയോടെ താഴേക്ക് ഊർന്നിരുന്ന് പോയവൾക്കടുത്തേക്ക് ചെന്ന് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. നീ തല ചുറ്റുന്ന പോലെ നാഥ. ആൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രുദ്രൻ എന്ന നമ്പറിലേക്ക് വിളിച്ചു. ഏട്ടാ, നിങ്ങളിത് എവിടെയാ? അതോ ഇന്നും എടുത്തിക്കൊപ്പാണോ? അവൻ ഫോൺ എടുത്ത പാടെ മേഘനോടായി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. നീ പെട്ടെന്ന് എന്റെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വാടാ, ഞാനിവിടെ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലുണ്ട്. മേഘൻ അവന്റെ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവനോട് വെപ്രാളത്തോടെ പറഞ്ഞു. അത് കേട്ട് നിന്നവന്റെ നെറ്റിയിൽ ചുളിവുകൾ പ്രത്യക്ഷമായി. എന്തായിട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ മേഘന്റെ പതറ്റപ്പെട്ടുകൊണ്ടുള്ള സംസാരം കേട്ടതും അവനോട് ചോദിച്ചു. നീ അവിടുന്ന് വാച്ച് കടിക്കാതെ ഇങ്ങോട്ട് വാടാ കോപ്പേ. അടുത്ത നിമിഷം അവൻ അല്പം ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് അവന്റെ ഫോൺ കട്ടാക്കി. നീ ബൊമ്മി. തന്റെ തോളിലേക്ക് തളർന്നു കിടക്കുന്ന അവളെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ അവളെ ആകുലതയോടെ വിളിച്ചു. ആളൊരു ഞെരക്കത്തോടെ മൂളി. കൈത്തുടയിലൂടെ ഉറവണക്കി ഒഴുകിയിറങ്ങുന്ന രക്തം കാണെ അവന് ഉള്ളമൊന്ന് കിടയെടുത്തു. അതിനെ ആ നിർത്താതെയുള്ള ഒഴുക്ക് കണ്ടാൽ അറിയാം മുറിവ് നല്ല ആഴത്തിലുള്ളതാണെന്ന്. നീ പെണ്ണെ, അവനവളെ തട്ടി വിളിച്ചുകൊണ്ട് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ വേദനിക്കുന്നു നാഥ. ആൾ ക്ഷീണിച്ച സ്വരത്തിൽ തന്റെ കണ്ണുകൾ തുറക്കാതെ അവനോട് പറഞ്ഞു. അവനവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ നെറുകയിലൊന്ന് മുത്തി. ഒന്നുമില്ല, നമ്മൾ എളുപ്പം ആശുപത്രിയിലെത്തും. അവനവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടക്കി പിടിക്കുന്നിടയിൽ പറഞ്ഞതും അവർക്ക് എതിർവശം വരുന്ന വാഹനത്തിന്റെ വെട്ടം അവന്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറിയത് ഒരുപോലെയാണ്. മുഖത്തേക്ക് അടിച്ച ആ മഞ്ഞ വെളിച്ചത്തിന്റെ തീക്ഷ്ണത താങ്ങാൻ കഴിയാതെ അവനൊരു കൈയാൽ തന്നെ മുഖം മറച്ചു. എന്താ പറ്റി? ഒരു ചോദ്യത്തോടെ കാറിൽ നിന്നിറങ്ങി തനിക്കരികിലേക്ക് ധൃതിയിൽ നടക്കുന്ന ഇന്ദ്രനെ കാണെ അവൻ തന്നെ മുഖം മറച്ചിരുന്ന കൈയെടുത്തു മാറ്റി. മഹി, ഞാൻ നിന്നോടാ ചോദിച്ചത്. ഇന്ദ്രന്റെ തോൾ ചാരി കിടക്കുന്നവളുടെ രക്തത്തിൽ മുങ്ങിയ വസ്ത്രം കാണെ അവനോട് അല്പം ഉച്ചത്തിൽ ചോദിച്ചു. സംസാരിച്ച് നിൽക്കാതെ പോയി വണ്ടി എടുക്കാം. അവനവളെ തന്റെ കയ്യിലേക്ക് ഓരിയെടുത്തുകൊണ്ട് ഇന്ദ്രനോട് കൽപ്പിച്ച് അവൻ അവരെ നോക്കിക്കൊണ്ട് ധൃതിയിൽ വണ്ടിക്കരിയിലേക്ക് നീ ബൊമ്മി. വണ്ടിയിലേക്കായി കയറിയുന്നവൻ തന്റെ മടിയിൽ ബോധം മറിഞ്ഞു കിടക്കുന്നവളെ തട്ടി വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴേക്ക് അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുന്നിലെ സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കുന്നവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പുറകിലെ സീറ്റിലിരിക്കുന്നവരുടെ നേർക്ക് ആദിയോടെ എത്തിനോട്ടം നടത്തുന്നുണ്ട്. ഒന്ന് വേഗം പോടാ. മേഘൻ തന്നെ മടിയിൽ വാടിക്കൊഴിഞ്ഞ തളിരില പോലെ കിടക്കുന്നവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറ്റിയത്? ആളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ അവരവനോട് കാര്യം തിരക്കി. ആ നടന്ന കാര്യങ്ങൾ അത്ര അവരോട് വിവരിച്ചു. ഇയാളൊരു പേഷ്യന്റിന്റെ എന്റെ ഭാര്യയാണ്. അവൻ അവരോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. അവരവരോട് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. വാ. ഡോക്ടർ പറഞ്ഞിട്ടും വെളിയിലേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഇന്ദ്ര അവനുമായി പുറത്തേക്ക് നടന്നു. ആശുപത്രി കിടക്കയിൽ വാടിക്കുഴഞ്ഞു കിടക്കുന്നവളെ ഒരിക്കൽ കൂടി കണ്ണിൽ പതിപ്പിച്ചുകൊണ്ടവൻ അവിടുന്ന് നടന്നു നീങ്ങി. ആ കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഇട്ടിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് ഞെളിപിരി കൊള്ളുന്നവനെ കാണെ ഇന്ദ്രന്റെ ശ്രദ്ധ അവനിലേക്കായി. ആകെ വിയർത്ത് കോലം കെട്ടിട്ടുണ്ട്. അവന്റെ മുണ്ടും ഷർട്ടുമെല്ലാം രക്തവർണ്ണമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നഖം കടിച്ചുകൊണ്ട് കാഷ്വാലിറ്റി ഡോറിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആള്. അവനുള്ളിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വിളിച്ചോതും വണ്ണം ആ കാലുകൾ തമ്മിൽ വിറപ്പിച്ചുകൊണ്ട് വെരികിനെ പോലെ ഇരിക്കുന്നവനെ കാണെ ആ നിമിഷത്തിൽ ഇന്ദ്രന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. എന്താടാ കോപ്പി അവരിത് തുറക്കാത്തേ? അവൻ മുന്നിൽ കാണുന്ന വാതിലേക്ക് തന്നെ നോട്ടം പതിപ്പിച്ചു വെച്ച് നഖം കടിച്ചുകൊണ്ട് തനിക്കരികിൽ ഇരിക്കുന്നവനോടായി തിരക്കി. അവളകത്ത് പെറാൻ പോയതൊന്നുമല്ലല്ലോ ഇങ്ങനെ കിടന്ന് വിറക്കാൻ. മുറിവ് തുന്നിക്കെട്ടി കഴിയാൻ സമയമെടുക്കും. അവൻ അടുത്തിരിക്കുന്നവന് നേർക്ക് തിരിയാതെ മറുപടി നൽകിയതും മേഘന അവനെ നോക്കിയൊന്ന് പല്ലുകടിച്ചു. ഏട്ടാ, ഒരു വിളിയോടെ രുദ്ര അവർക്കരിയിലേക്ക് വന്നു. കാഷ്വാലിറ്റി ഡോർ തുറന്ന് ഡോക്ടറും നേഴ്സുമാരും സ്ട്രക്ചറിൽ കിടന്ന് പിടയുന്നവളുമായി പുറത്തേക്ക് ഇറങ്ങിയത് ഒരുപോലെയാണ്. മൂക്കിലൂടെയും വായിലൂടെയും ചോരയൊലിപ്പിച്ച് തുറിച്ചു വന്ന കണ്ണുകളാൽ ആ സ്ട്രക്ചറിൽ കിടന്ന് പിടഞ്ഞുയരുന്നവളെ കാണെ മേഘനൊന്ന് ശ്വാസം എടുക്കാൻ കഴിയാത്തവനെ പോലെ നിന്നുപോയി. എടുത്തി. രുദ്രൻ അവിടെ കോലം കണ്ടതും വിശ്വസിക്കാൻ കഴിയാത്തവനെ പോലെ ഒന്ന് വിളിച്ചു. എന്താ ഡോക്ടർ, അവൾക്ക് എന്താ പറ്റിയത്? ഇന്ദ്രൻ അവർക്ക് പുറകെ ചെന്നുകൊണ്ട് തിരക്കി. പക്ഷേ അവരാരും അവനോടൊന്നും പറയാതെ ആ ഐസിയുവിന്റെ വാതിൽ അവന് മുന്നിൽ കൊട്ടിയടക്കുകയാണ് ചെയ്ത്. ഏട്ടാ, എന്താ ഇത് കേട്ടാ? എടുത്തിക്ക് എന്താ പറ്റി? രുദ്രൻ തനിക്ക് മുന്നിൽ ശില പോലെ നിൽക്കുന്നവനെ നോക്കി ആധിയോടെ തിരക്കി. മേഘൻ അപ്പോഴും കഴിഞ്ഞുപോയ മുഹൂർത്തങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവിടെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു നിമിഷത്തേക്ക് മനസ്സ് ശൂന്യമായതുപോലെ. ഏട്ടാ! രുദ്രൻ അവനെ ഉലച്ചുകൊണ്ട് വിളിച്ചതും അവൻ ഞെട്ടിയുണെന്ന പോലെ അവനെ തുറച്ചു നോക്കി. അവിടെ ഇടടാ. അവൻ രുദ്രൻ നോക്കി വിറയിലോട് തിരക്കി. ഐസിയിൽ കയറ്റി. അവൻ തനിക്ക് മുമ്പിൽ കറങ്ങി ചുവന്ന മിഴികളോടെ നിൽക്കുന്നവന്റെ കണ്ണുകൾ തളം കെട്ടി കിടക്കുന്ന അവളെ കുറിച്ചുള്ള ആധികാണെ പറഞ്ഞു. അങ്ങോട്ട് കയറ്റാൻ മാത്രം അവൾക്ക് എന്താടാ? കയ്യിൽ കത്തിയുണ്ടെന്ന് പറഞ്ഞാ ഐസിയിൽ കയറ്റുന്ന എന്തിനാ? അവൻ തലമുടിയിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ടൊരു താങ്ങിനെന്നോണം പുറകിലെ ചുമരിലേക്ക് ചാരി. മൈ
ഇന്ദ്രൻ അവനടുത്ത് ചേച്ചി ഒന്നുകൊണ്ട് വിളിച്ചു. അതിനു മാത്രമൊന്നും അവൾക്ക് പറ്റിയില്ലല്ലോ, പിന്നെന്തിനാ അവൾ അങ്ങനെ? അവൻ അല്പനേരം മുന്നേ തനിക്ക് മുന്നിലൂടെ കടന്നുപോയുടെ മരണവെപ്രാളം പൂണ്ട മുഖഭാവം ഓർക്കെ ഇടിച്ചു പൊട്ടാറായതുപോലെ അതിശക്തമായി ഇടിക്കുന്ന തന്റെ നെഞ്ചൊന്ന് അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവരോട് തിരക്കി. നീ കണ്ടതല്ലേ അവിടെ ആ കോലം? ഇങ്ങനെ ശ്വാസം കിട്ടാതെ പിടയാനും മാത്രം എന്റെ പെണ്ണിനെന്താണ് പറ്റിയേ? മേഘൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഉത്കണ്ഠയോടെ ചോദിക്കുമ്പോൾ അവനുള്ളവും അതിനുള്ള ഉത്തരം അറിയാൻ വെമ്പൽ കൊണ്ടു. എനിക്ക് അവളെ കാണണം. മേഘൻ പെട്ടെന്ന് എന്തോ വെളിപാട് വന്ന പോലെ അവിടുന്ന് ICU ലക്ഷ്യം വെച്ച് നടന്നു. രുദ്രനും ഇന്ദ്രനും അവൻ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. വിടാ, എനിക്കത് ഭൂമിയൊന്ന് കാണണം. അവൻ തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ കൈകളെ വേർപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഏട്ടാ, എന്തീ കാണിക്കണേ? ഏടത്തേക്കൊന്നുമില്ല, ഏട്ടന് ഇവിടെ ഇരുന്നേ. രുദ്രൻ തങ്ങളുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാനൊരുങ്ങുന്നവനെ അവിടെയുള്ള സൈഡ് ചെയറിലേക്ക് ബലമായി ഇരുത്തിയ ശേഷം നിറഞ്ഞ കണ്ണുകളെ ഷോട്ടിൽ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ മുന്നിൽ വെച്ചാ ഞാൻ ശ്രദ്ധിക്കഴിഞ്ഞിട്ടാ. അവൻ എന്തൊക്കെയോ പിറിവിറുത്തോണ്ട് അവിടെ ഇരുന്നു. എനിക്ക് അവളെ കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടാൽ മാത്രം മതി. അവൻ നിറഞ്ഞ കണ്ണുകളോടെ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി നിസ്സായതയോടെ തിരക്കി. അകത്ത് ഡോക്ടറുണ്ട്, നീ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കുമായി. ആരൊരാൾ സമാധാനത്തോടെ നോക്കട്ടെ. ഇന്ദ്രൻ അവന്റെ നിസ്സായത നിറഞ്ഞ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവനരികിൽ തന്നെ നിലയുറപ്പിച്ച് ആ ചുമരിലേക്ക് തന്റെ തല ചായച്ചു വെച്ചു. സമയം കടന്നു പോകും തോറും മേഘന്റെ മനസ്സ് അവളെ കുറിച്ചോർത്ത് നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. അകത്തി കിടക്കാൻ തന്റെ പാതിയായവളൊരു നോക്കെ കാണാൻ അവന്റെ ഉള്ളം തുടിച്ചു. മനസ്സിലാകെ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ആ മരണവെപ്രാളത്തോടെയുള്ള പിടച്ചിലാണ്. മൂക്കിലൂടെയും വായിലൂടെയും ചോരയൊലിപ്പിച്ച് തുറിച്ച കണ്ണുകളോടെ അവൾ കിടന്ന് പിടഞ്ഞ ആ പിടച്ചിലോർക്കെ അവന്റെ ഉള്ളം എന്തിനോ ഭയപ്പെട്ടു. ജീവിച്ചു തുടങ്ങുന്നതിന് മുന്നേ എന്നിൽ നിന്ന് അവൾ അകറ്റാൻ നോക്കിയാണോ ദേവി നീ? അവന്റെ മനസ്സൊരു പിടപ്പോടെ ഉരുവിട്ടു. ഇക്കാലം അത്രയൊരു കുടുംബജീവിതം എന്ന ചിന്ത വെറുതെ പോലും തോന്നിപ്പിക്കാതിരുന്നിട്ട് ഇപ്പൊ താനത് ആഗ്രഹിച്ച നിമിഷത്തിൽ അവളെ തന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ഒരുങ്ങുന്ന ദൈവത്തോട് അവന് അതിയായ ദേഷ്യം തോന്നി. എന്നോ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ തിരികെ നേടിയെടുക്കാൻ ഒരവസരം തന്നിട്ട് അത് യാഥാർത്ഥ്യമല്ല, മിഥ്യ മാത്രമാണെന്ന് പറയുന്ന പോലെ നീ എന്നെ പറ്റിക്കാൻ ഒരുങ്ങിയാണോ? അവൻ ദൈവത്തോട് ചോദിച്ചു. ഈ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാനെങ്കിൽ അവളെ എന്തിനു നീ എനിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി? മരണപ്പെട്ടവർക്കൊപ്പം ചേർത്ത് വെക്കാനാണെങ്കിൽ ആ ഒരുവളെ നീ എന്തിനെനിക്ക് എന്റെ പാതിയായി തന്നു? അവന് ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ നിയന്ത്രിക്കാനാവാതെ നന്നേ കഷ്ടപ്പെട്ടു. ഏട്ടാ, അവന്റെ ആ ഭാവങ്ങൾ ഓരോന്നും നിറമിഴിയാലെ കണ്ടുകൊണ്ടിരുന്നവൻ അവന്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് വിളിച്ചു. എല്ലാരും പറയുന്ന പോലെ ശാപം പിടിച്ചവരാണ് നമ്മളെന്ന് നീക്കിപ്പോ തോന്നിപ്പോടാ. മേഘൻ ഷോൾഡറിലേക്കായി മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രന്റെ ഉള്ളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വർഷങ്ങൾക്ക് മുന്നേ താൻ പറഞ്ഞ വാക്കുകൾ അന്ന് എല്ലാവരും ഒറ്റപ്പെട്ടപ്പോൾ മനസ്സിൽ തോന്നിയൊരു തോന്നൽ, ആ തോന്നൽ ശക്തമായി തന്നെ വരിഞ്ഞു മുറുക്കി തുടങ്ങിയ അവസരത്തിൽ എപ്പോഴോ ഇതേ ചോദ്യം താൻ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ചേർത്ത് പിടിച്ച ആശ്വാസം പകർന്ന മനുഷ്യനാണ് ഇപ്പോൾ അതേ ചോദ്യം തന്നോട് തിരികെ ചോദിക്കുന്നതെന്നോർക്കെ അവന്റെ കവിളുകളെ നനച്ചുകൊണ്ട് കണ്ണുനീർത്തുള്ളികൾ ഓരോന്നായി നിലം തൊട്ടുകൊണ്ടിരുന്നു. അമ്മ മരിച്ച സമയത്തുള്ള തന്റെ ഏട്ടനെ അവൻ നാളുകൾക്ക് ശേഷം വീണ്ടും മുന്നിൽ കാണുന്ന പോലെ അവന് തോന്നി. അവന്റെ ആ പ്രതീക്ഷകൾ അസ്തമിച്ച പോലെയുള്ള സംസാരം കേൾക്കെ അവന് ഭയം തോന്നി. ഇനിയൊരു തകർച്ച അത് തന്റെ ഏട്ടൻ താങ്ങില്ലെന്ന് അവന് നന്നായി തന്നെ അറിയാം. എനിക്കെന്റെ പെണ്ണിനെ വേണടാ, അവളെ എന്നെ ഒന്ന് കാണിക്കാൻ പറയും. അവൻ തന്റെ തലമുടിയിൽ തെരുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞതും ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന ഒരുപോലെയാണ്. അത് കണ്ടതും ഇന്ദ്രൻ തനിക്കരികിൽ തലയിൽ കയ്യും താങ്ങിയിരിക്കുന്നവനെ തട്ടി വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നീങ്ങി. അവൾക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? നോക്കൂ, കുട്ടിയുടെ ശരീരത്തിൽ പോയിസൺ സ്പ്രെഡ് ആയിട്ടുണ്ട്. അത്ര വനംസമില്ലാത്തതുകൊണ്ട് ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു കേട്ടതും അവർ മൂവരുടെയും കണ്ണുകൾ ഒരുപോലെ മിഴിഞ്ഞു. എന്താ? മേഘൻ വിശ്വസിക്കാനാവാതെ അവരെ നോക്കി ചോദിച്ചു. നോക്കൂ, കുട്ടി ഇപ്പോഴും കോൺഷ്യസ് ആയിട്ടില്ല. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വിഷം രക്തത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡായിരുന്നു. ആന്റിവനം കൊടുത്തിട്ടും കുറച്ചു നേരത്തെ കുട്ടിയുടെ കണ്ടീഷൻ വളരെ വേഴ്സായിരുന്നു. ശരീരത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ വിഷബാധ ഉണ്ടായതിനാൽ തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിലും കൂടി എന്തെങ്കിലും വിഷമായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ആളെത്തില്ലായിരുന്നു. ഡോക്ടർ അവർ നോക്കി പറഞ്ഞു. മേഘന്റെ മുഷ്ടി ചുരുണ്ടു വന്നു. പിന്നെ ആള് കോൺഷ്യസ് ആവാൻ ടൈം എടുക്കും. കോൺഷ്യസ് ആയി കഴിഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് കൺഫേം ചെയ്തിട്ട് റൂമിലേക്ക് മാറ്റും. അത്രയും നേരം നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല, ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയാവും. അയാൾ നോക്കി പറഞ്ഞുകൊണ്ട് ക്യാബിനിലേക്ക് നടക്കാനൊരുങ്ങി ഡോക്ടർ എന്തോർത്ത പോലെ അവർക്ക് നേരെ തിരിഞ്ഞു. പിന്നെ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് പോലീസിൽ അറിയിച്ചാൽ മതിയാവും. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. ആര് നോക്കി പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. ആരാ?
ഇന്ദ്രൻ നടന്നു പോകുന്ന ഡോക്ടറിൽ നിന്ന് മിഴികൾ മാറ്റാതെ അടുത്തു നിൽക്കുന്നവനോടായി തിരക്കി. ആരായിരിക്കും? മേഘന അവർ നോക്കാതെ പല്ലിയരിച്ചുകൊണ്ട് മറുപടി നൽകി. അത് കേൾക്കെ ഇന്ദ്രൻ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. ഇപ്രാവശ്യം നീ എനിക്ക് മുമ്പിൽ ഒരു വിലങ്ങുതടിയായി വരരുത് ഇന്ദ്ര. അതിന് നീ ശ്രമിച്ചാൽ ഇന്ന് ഈ നിമിഷം മുതൽ ചന്ദ്രമംഗലത്തും മഹേശ്വര മേഘനാഥന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ആദ്യത്തെ പേര് അത് നിന്റേതായിരിക്കും. മേഘൻ ക്രോധം കൊണ്ട് ചുവന്ന് കലങ്ങിയ മിഴികളോടെ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഇന്ദ്രനും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞു. നിന്റെ വഴിയിൽ ഒരു തടസ്സമാണ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മഹി. നിനക്ക് തോന്നുന്ന ഏത് വഴി നിനക്ക് തിരഞ്ഞെടുക്കാം. അവിടെ എവിടെയും നിനക്കൊരു തടസ്സമായി എന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഇന്ദ്രൻ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. ഏട്ടാ, രുദ്രൻ മേഘന്റെ തോൾ കൈവച്ചുകൊണ്ട് വിളിച്ചു. രാവിനെ വിളിച്ച് നമ്മുടെ പിള്ളേരെക്കാൻ പറയടാ. നാളെ മുതൽ ഇനി കാലാശക്കുട്ട് കഴിയും വരെ അവരുണ്ടാവണം ഇവിടെ. മേഘൻ മുരണ്ടുകൊണ്ട് പറഞ്ഞതും രുദ്രൻ ഫോണുമായി മാറി നിന്നു. ഇന്ദ്രൻ വീട്ടിലേക്ക് ചെന്നു. സമയം 9:30 കഴിഞ്ഞിരുന്നു. മുകളിലെ തന്നെ മുറിയിലേക്ക് നടക്കുന്നതിനിടെ അവൻ കണ്ടു ശിവശങ്കരന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അനന്തനെ. പ്രതീക്ഷിക്കാതെ അവൻ അവിടെ കണ്ടതും അയാൾ നന്ദിയൊന്ന് പരിങ്ങി. ശേഷം അവന് മുഖം കൊടുക്കാതെ ധൃതിയിൽ അവനെ മറികടന്ന് നടന്നു. ചെറിയച്ചനും നിന്നേ. തന്നെയൊന്ന് മുഖമുയർത്തി നോക്കാൻ പോലും മെനക്കെടാതെ ധൃതിയിൽ നടന്നു പോകുന്നയാളെ കാണെ അവന്റെ ശബ്ദം അയാൾക്ക് നേർക്ക് ഉയർന്നു. എന്താ? അയാൾ ഒരു പരിങ്ങളോട് അവന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ചെറിയച്ചനെന്താ ഈ നേരത്തെ മുത്തശ്ശന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു? അവൻ തനിക്ക് മുമ്പിൽ നിന്ന് പരിങ്ങുന്നയാളൊന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു. അത് കുറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു. അതിന് ചില സംശയം. അതൊന്ന് അച്ഛനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാമെന്നാ ഞാൻ. അയാൾ ഉള്ളിലെ പരിങ്ങൾ മറച്ചു വെച്ച് അവനോട് പറഞ്ഞു. എന്നിട്ട് സംശയമൊക്കെ തീർന്നോ? അവൻ അയാളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് തിരക്കി. തീർന്നു. അയാൾ പെട്ടെന്ന് തന്നെ അവനോടായി പറഞ്ഞു. അത് നന്നായി. സംശയങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കുന്നത് നല്ലതാ. ഇല്ലാച്ചാ നാളെ ഒരു കാലത്ത് ഇതൊക്കെ നോക്കി നടത്തുമ്പോ എനിക്ക് ചില സംശയങ്ങളൊക്കെ വരും. അപ്പോ അന്ന് ഇതുപോലെ സംശയം വന്ന് ചോദിക്കാൻ നിങ്ങളിവിടെ ഉണ്ടാവണമെന്നില്ല. അവന്റെ വാക്കിലെ ആ കുത്തലെ ആൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതിന്റെ പ്രതിഫലനം എന്നോണം അയാളൊന്ന് മിനിയിലിറക്കി പോയി. കുറച്ചു കഴിയുമ്പോ ഇതിലും വലിയ ചില കണക്കുകളുമായി ചിലർ വരും. അവരുടെ സംശയങ്ങൾ കൂടി ഇതുപോലെ അങ്ങ് നിരത്തി കൊടുത്തേക്കാൻ എന്റെ മുത്തശ്ശനോട് പറഞ്ഞേക്ക്. അവൻ അയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. എന്താടാ അവൻ പറഞ്ഞിട്ട് പോയത്? ശിവശങ്കരൻ തമ്പി അങ്ങോട്ട് വന്നുകൊണ്ട് അയാളോട് തിരക്കി. ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അച്ഛ. അയാൾ ശിവശങ്കരനെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ നിന്നോട് നിന്നും ചോദിച്ചോ? അയാൾ അനന്തനരികിലേക്ക് നടന്നുകൊണ്ട് തിരക്കി. ഇല്ല, പക്ഷേ എങ്ങും തൊടാൻ എന്തൊക്കെയോ ചിച്ചാലിത് പറഞ്ഞു. അവന് നമ്മളെ നല്ല സംശയമുണ്ട്. അത് കാര്യാക്കണ്ട. അവനിലേക്ക് കാര്യങ്ങൾ തിരിയാത്തിടത്തോളം നമ്മൾ സുരക്ഷിതരാ. പേടിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമെല്ലാം അവനെയാ, ആ മേഘനാഥനെ. ഏതു നേരം അവനിൽ നിന്നൊരാക്രമണം ഉണ്ടാവാം. അതിനു മുന്നേ അവനുള്ള അടുത്ത കഥീന് ഒരുങ്ങിയിരിക്കണം. അതിൽ അവൻ അടപടലം വീഴണം. എന്നാ മാത്രമേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂ. അയാൾ തന്റെ കഷണ്ടി തല ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാ അച്ഛൻ പറയുന്ന പോലെ. അയാൾ ശിവശങ്കരന്റെ മുമ്പിൽ നിന്നോട് ഭവ്യതയോടെ പറഞ്ഞു. എന്നാ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാ നടപ്പിലാക്കിക്കൊള്ള അവരോട് പറഞ്ഞേക്ക്. അയാൾ അനന്തനോട് കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. ഇന്ദ്രൻ മുറിയിലേക്ക് കയറിയതും കാണുന്ന കിടക്കൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെയാണ്. അവനത് നോക്കിക്കൊണ്ട് ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. തന്റെ കണ്ണുകൾ തേടിയവൾ അവിടെയെങ്കിലും കാണാതായതും അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചുകൊണ്ട് കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അടുക്കള വാതിൽക്കലെത്തിയതും കണ്ടു രാത്രി ബാക്കി വന്ന ഭക്ഷണം പശുവിന് കൊടുക്കാനുള്ള കാടി പാത്രത്തിലേക്ക് ഒഴിക്കുന്നവളെ. വലിയ തറവാട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടെന്താ, ആവശ്യത്തിലുള്ള മാത്രം വെച്ച് വേവിച്ച് കഴിക്കാൻ പഠിച്ചിട്ടില്ല ഇവിടെയുള്ളവര്. അത്രയും ഭക്ഷണം ബാക്കിയായതിന്റെ ഈർഷ്യയിൽ അവളൊന്ന് പിറുപിറുത്തുകൊണ്ട് നേരെ തിരിയുന്നത് അടുക്കള വാതിൽക്കൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നവന് നേർക്കാണ്. ഈ സിംഹേതെപ്പോഴാ വന്നേ? അവൾ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് കൈയുള്ള പാത്രം അടുക്കള സ്ലാബിലേക്ക് വെച്ച് കൈ കഴുകി അവനടുത്തേക്ക് നടന്നു. ഇന്ദ്രേട്ടൻ എപ്പോഴാ വന്നേ? അവൾ അവനരികിലേക്ക് വന്നുകൊണ്ട് തിരക്കി. കുഞ്ഞിനെ അവിടെ ഒറ്റക്കെടുത്തിട്ട് നീ ഇവിടെ വന്ന് എന്ത് മലമറിക്കാടി? അവൻ അവളുടെ ചോദ്യം പാടെ അവനിച്ചുകൊണ്ട് തിരക്കി. അവളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നാ. അവൾ അവനെ നോക്കിയൊരു പരിങ്ങളോടെ പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞോ നിന്റെ ഭക്ഷണം കഴിപ്പ്? അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. കഴിഞ്ഞു. അവൾ തന്നെ നനഞ്ഞ കൈ ഉടുത്തിരുന്ന സാരിയിൽ തുടച്ചുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്നാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരാതെ മുറിയിലേക്ക് ഓടി. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇന്ദ്രേട്ടൻ കുളിക്കാൻ പോവാണോ? അവൾ അവന്റെ തോളിൽ കിടക്കുന്ന തോർത്തിലേക്കൊന്ന് കണ്ണു വായിച്ചുകൊണ്ട് അവനോട് തിരക്കി. അവൻ അതിനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി.
കുളത്തിൽ കുളിക്കണ്ട, കുളിമുറിയിൽ കുളിച്ചാൽ മതി, അവിടെ ചൂടുവെള്ളം വരുമല്ലോ. ആളവന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായിക്കൊണ്ട് വേഗം പറഞ്ഞു. ആ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ചുകൊണ്ട് തനിക്ക് പുറകിൽ നിൽക്കുന്നവളും തിരിഞ്ഞു നോക്കി. അവന്റെ ആ നോട്ടം കാണെ അവൾ താൻ പറഞ്ഞ അബദ്ധമായോ എന്ന തോന്നലിൽ അങ്ങനെ നിന്നു. ഞാനത് പനിയുള്ളതല്ലേ, അപ്പൊ ഈ നേരത്തെ തലനനച്ചുള്ള കുളി അതത്ര നല്ലതല്ലോ എന്ന് കരുതി പറഞ്ഞതാ. എന്നിട്ട് പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും കഞ്ഞിയെടുക്കാം. ആൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അവനവിടെ ആ പറച്ചിലും വെപ്രാളം പിടിച്ചുള്ള പോക്കും നോക്കിക്കൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു. രാവിലെ അത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാ അവിടെ ഈ പരിങ്ങിക്കളി നങ്ങേലി. അവൻ പറഞ്ഞുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി വാതിലടച്ചു. ദേവി, ഈ സിംഹത്തിനെങ്ങനെ നോക്കി പേടിപ്പിക്കണേ, അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞേ? ആൾ ഞൊടിഞ്ഞുകൊണ്ട് അവന് മാറ്റി വെച്ചിരുന്ന കഞ്ഞി ഒന്നുകൂടി ചൂടാക്കാൻ വെച്ചു. കുളി കഴിഞ്ഞവൻ തിരികെ വരുമ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല. അവൻ കയ്യിൽ പിടിച്ചിരുന്ന തോർത്തുകൊണ്ട് മേലും തുടച്ച ശേഷം ഊൺമേശയിൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങൾ ഓരോന്നായി തുറന്നു നോക്കി. ശേഷം അവിടെ കമിഴ്ത്തി വെച്ചിരുന്ന ഒരു പാത്രമെടുത്ത് തനിക്ക് ആവശ്യമുള്ള കഞ്ഞി അതിലേക്ക് പകർന്നെടുത്തുകൊണ്ട് കയ്യിലെ തോർത്ത് തോളിലേക്കിട്ട് ഒരു കസേര വലിച്ചിട്ടിരുന്നുകൊണ്ടവൻ അല്പാൽപമായി കഞ്ഞി കുടിക്കാൻ തുടങ്ങി. കഞ്ഞി കുടി കഴിഞ്ഞ് പാത്രവും കഴുകി വെച്ച് മുറിയിലേക്ക് ചെന്നും കാണുന്നത് ജനലരികെ വന്നിന്ന് മുടിച്ചിരിക്കുന്നവളെയാണ്. അതൊന്ന് നോക്കിക്കൊണ്ട് അവൻ വാതിലടച്ച് കുറ്റിയിട്ട ശേഷം തോളിൽ കിടന്ന തോർത്ത് അവിടെയുള്ള ഒരു കസേരയിലേക്ക് വിരിച്ചിട്ടു. വാതിലടയുന്ന ശബ്ദം കേട്ടതും ആൾ വേഗം ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കി. കഴിച്ചു ഇന്ദ്രേട്ടാ? അവിടെ കണ്ണാടിക്ക് നിൽക്കുന്നവനെ കണ്ടതും ആൾ അവനടുത്തേക്ക് നടന്നുകൊണ്ട് തിരക്കി. അവൻ അതിനൊന്ന് മൂളിക്കൊണ്ട് താടിയൊന്ന് തടവി. ദാ ഇതോടി കഴിച്ചോ? ആൾ സ്ട്രിപ്പിൽ നിന്നൊരു ഗുളിക പൊട്ടിച്ചെടുത്ത് അവന് നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനത് കയ്യിലേക്ക് വാങ്ങി അല്പം വെള്ളം വായിലേക്ക് ഒഴിച്ച ശേഷം ആ ഗുളിക വായിലേക്ക് ഇട്ടുകൊണ്ട് ആ വെള്ളത്തിനൊപ്പം കുടിച്ചിറക്കി. ഇപ്പൊ അങ്ങനെ പനിക്കുന്നൊന്നുമില്ല. ആൾ അവന്റെ നെറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രേട്ടൻ കിടന്നോ, ഞാൻ കുഞ്ഞിനെ തൊട്ടിലേക്ക് മാറ്റി കിടത്തി. ആൾക്കിപ്പോ ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഒന്നുകൂടെ വന്നാൽ ശരിയാവില്ല. ആൾ പറഞ്ഞുകൊണ്ട് അവന് കിടക്കാനായി കിടക്കയൊരുക്കി. ഇവള് തന്നെയല്ലേ കുറച്ചു മുന്നേ എന്റെ മുന്നിൽ നിന്ന് പരിങ്ങി കളിച്ച്. അവൻ തനിക്ക് കിടക്കാനുള്ള കിടക്കയൊരിക്കുന്നവളെ നോക്കി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആൾക്കരികിലേക്ക് നീങ്ങി. നാളെ രാവിലെ ഞങ്ങൾ അമ്പലം വരെ കൊണ്ടാക്കണേ ഇന്ദ്രേട്ടാ, നാളെ ഒത്തിരിയായി ആ വഴിക്കൊക്കെ ഒന്ന് പോയിട്ട്. അവളെല്ലാം തട്ടിക്കുടഞ്ഞിട്ട ശേഷം ഒന്നിവർന്നേണ്ട അവനോട് പറഞ്ഞു. അവനതിന് മറുപടി ഒന്നും പറയാ കിടക്കയിലേക്ക് കിടന്നു. നിനക്ക് കിടക്കാറായില്ലേ? അവൻ തനിക്കരികിലിരുന്ന് മുടി പിന്നീടുന്നവൾ നോക്കി ചോദിച്ചുകൊണ്ട് ഒരു കൈ മടക്കി തലക്ക് പുറകിലേക്കായി വെച്ച്. അവനത് ചോദിക്കലും അവൾ കട്ടിലിന്റെ കീഴെ ചുരുട്ടി വെച്ചിരുന്ന തഴപ്പാഴയെടുത്ത് പുറത്തേക്കിട്ടു. അത് കാണെ അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നീ ഇതെങ്ങോട്ടാ പായുമായിട്ട്? അവന് താഴേക്ക് വിരിക്കാൻ ഒരുങ്ങുന്നവളെ നോക്കി ചോദിച്ചു. ഇന്ദ്രേട്ടന് വൃതല്ലേ, അപ്പൊ നമ്മൾ ഒരുമിച്ച് കിടന്നു. നീ ആ കുന്ത്രാണ്ട മര്യാദക്ക് എവിടെയും ചുരുട്ടിക്കുട്ടി വെച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്, ഇല്ലാച്ചാ നിന്നെ അതിനകത്തിട്ട് ചുരുട്ടിക്കുട്ടി വലയെടുത്ത് എറിയും ഞാൻ. അവനാളെ നോക്കി മുരണ്ടു. ആ ഉത്സവം കഴിയുന്നവര് വൃതാണെന്ന് പറഞ്ഞിട്ട്? ആൾ അവനെ നോക്കി ഒരു പതട്ടത്തോടെ തിരക്കി. വേവോളം കാക്കാമെങ്കിൽ ആവോളം കാക്കാനും എനിക്കറിയാം. അവനവളെ നോക്കി അടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അയ്യേ, ഇങ്ങേരത്ത് എന്തൊക്കെയാ പറയുന്നേ? ആളൊന്ന് ചുണ്ടി വിളിക്കി പറഞ്ഞുകൊണ്ട് ആ പായ തിരികെ കട്ടിന് കീഴേക്ക് ചുരുട്ടി വെച്ച ശേഷം കിടക്കയിലേക്ക് കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്യാൻ നിന്റെ അച്ഛൻ നാരായണ വരാന്നെങ്ങനെ പറഞ്ഞിരുന്നോടി? ലൈറ്റ് ഓഫ് ആകാതെ വന്ന് കിടന്നവൾ നോക്കി ഇന്ദ്രൻ സൗമ്യമായി പറഞ്ഞു. അവൾ മനസ്സിലവനെ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് കിടക്ക വിട്ടിറങ്ങി. വന്ന് വന്ന് സിംഹത്തിന് കാട്ടുമൂരിയുടെ സ്വഭാവ. ആളൊന്നുള്ളിൽ മുറുമുറുത്തുകൊണ്ട് പോയി ലൈറ്റ് ഓഫ് ആക്കി. ആള് നല്ല മയക്ക, വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ട. ഐസിയുനകത്തേക്ക് കയറിയതും ആൾക്കരിയിലുണ്ടായിരുന്ന നേഴ്സ് അവനോട് പറഞ്ഞു. അവനതിനൊന്ന് തലയാട്ടിക്കൊണ്ട് ആൾക്കരിയിലേക്ക് നീങ്ങി. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൾ ഒരുപാട് ക്ഷീണിതയായതുപോലെ അവന് തോന്നി. ശാന്തമായൊരു ഉറക്കത്തിലാണവൾ. അവളെ അങ്ങനെ നോക്കി നിൽക്കെ ഇന്നലെ അവൾ തന്നെ നോക്കി പിടഞ്ഞ പിടച്ചിലോർക്കവേ അവന്റെ നെഞ്ചൊന്ന് കനത്തു. അവൻ അവൾക്കരിയിലേക്ക് അല്പം നീങ്ങുന്നുകൊണ്ട് ആ മുറിയോ പറ്റിയ കയ്യിലേക്കൊന്ന് നോക്കി. വലിയൊരു കെട്ട് തന്നെ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൾക്ക് നോവാത്ത വിധം അത്രയും മൃദുവായി അതിലൂടെ ഒന്ന് വിരൽ ചലിപ്പിച്ചുകൊണ്ട് അവൾ നിറമിഴിയാൽ അവളെ നോക്കി. നീ വേദനിക്കണോ നാഥാ? ഇന്നലെ തന്നിലേക്ക് ചേർന്ന് ഇന്നവൾ തളർന്ന സ്വരത്തിൽ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി തന്റെ കാതുകളെ പൊതിഞ്ഞതും അവനൊന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ ആ തൂനെറ്റിൽ ചെറുചുംബനം ചാർത്തിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.